രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കടുത്ത നിലപാടുമായി കെ മുരളീധരൻ. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന കെ മുരളീധരൻ രാഹുലിനെ പുറത്താക്കുന്നതിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോകാമെന്നും കെ മുരളീധരൻ. ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം ഉടൻ KPC പ്രസിഡന്റ് കൈക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ച് ഇന്നലെ അതിജീവിത ഔദ്യോഗികമായി തന്നെ പാർട്ടി അധ്യക്ഷന് പരാതി സമർപ്പിക്കുകയും ആ പരാതി KPC അധ്യക്ഷൻ DGPക്ക് കൈമാറുകയും ചെയ്തു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. ഷീജ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, ഓരോ ദിവസവും രാഹുലിനെതിരെയുള്ള കുരുക്ക് കൂടുതൽ മുറുകുമ്പോഴും സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് നമ്മൾ കണ്ടിരുന്നു. പാർട്ടി നേരത്തെ നടപടി എടുത്തിട്ടുണ്ട്, ഇനി അതിലൊരു നടപടി ഉണ്ടാകില്ല എന്നതടക്കം സണ്ണി ജോസഫ് പറഞ്ഞു വെച്ച ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ കെ മുരളീധരന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സസ്പെൻഷൻ ഒരു മുന്നറിയിപ്പായി രാഹുലിന് നൽകിയതായിരുന്നു, തെറ്റിദ്ധരുത്താനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. പക്ഷേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ട് ശക്തമായൊരു നടപടിയിലേക്ക് നീങ്ങണമെന്ന് തന്നെയാണ് കെ മുരളീധരൻ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷനോടും സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഉള്ള പ്രതികരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഏതായാലും അതിജീവിത ഉൾപ്പെടെ ഇപ്പോൾ പരാതി ഔദ്യോഗികമായി പാർട്ടിക്ക് നൽകിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ പാർട്ടി അടിയന്തരമായി തന്നെ തുടർ നടപടികൾ സ്വീകരിക്കും. താൻ KPCC അധ്യക്ഷനുമായി ഇക്കാര്യത്തിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിലുള്ളൊരു തുടർ നടപടി എന്ന രീതിയിൽ പുറത്താക്കുന്നതിൽ എന്ത് തരത്തിലുള്ളൊരു തുടർ നടപടികളായിരിക്കും ഇനിയിപ്പോൾ ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിനും ഏതായാലും പുകഞ്ഞ കൊള്ളി പുറത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ രാഹുലിനൊപ്പം നിൽക്കുന്നവർ, അത്തരത്തിലുള്ള പുകഞ്ഞ കൊള്ളിക്കൊപ്പം നിൽക്കുന്നവർക്കും പാർട്ടിക്ക് പുറത്തു പോകാം. നിലവിൽ ഏതായാലും തെറ്റിദ്ധരുത്തലിനുള്ള ഒരു അവസരമായിട്ടാണ് രാഹുലിന് സസ്പെൻഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഇനി അതിന്റെ ആനുകൂല്യം നൽകേണ്ടതില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി. അതുകൊണ്ട് ഉചിതമായ തീരുമാനം KPCC അധ്യക്ഷൻ ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കെ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായും ഷീജ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളെ സേവിക്കുകയാണ് കടമ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ മറിച്ചാണ്, ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി പാർട്ടിക്ക് പുറത്തു പോകണമെന്ന് തന്നെയാണ് കെ മുരളീധരൻ ആവശ്യപ്പെടുന്നത്. ഇനി ഈ വിഷയത്തിൽ KPCC എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ശ്രദ്ധേയം. തീർച്ചയായും സ്വാഭാവികമായും അത് തന്നെയാണ് ആര്യ. കാരണം ഇപ്പോൾ മുരളീധരൻ പറഞ്ഞു വെച്ചത്, അതായത് ഒരു പാർട്ടി MLA സ്ഥാനം അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നത് അത് ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതിന് വേണ്ടിയാണ്, അല്ലാതെ മതില് ചാടാൻ വേണ്ടിയല്ല ഇത്തരത്തിലുള്ള ചുമതലകൾ രാഹുലിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഏതായാലും KPCC അധ്യക്ഷനുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ KPCC പ്രസിഡന്റ് ആക്ഷനിലൂടെ ആ തീരുമാനം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാവരും KPCC അധ്യക്ഷനിലേക്ക് തന്നെയാണ് എല്ലാവരുടെയും ശ്രദ്ധ എന്ന് പറയുന്നത്. അടിയന്തരമായി തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഇതിനകം തന്നെ KPCC അധ്യക്ഷനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ തീരുമാനം വൈകുകയാണെങ്കിൽ അത് പാർട്ടിക്ക് തന്നെ ദോഷം ചെയ്യും എന്ന കാര്യം മുതിർന്ന നേതാക്കളടക്കം KPCC അധ്യക്ഷനെ ധരിപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ തുടർന്ന് എന്ത് നടപടി അടിയന്തരമായി KPCC അധ്യക്ഷൻ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമാവുക. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.